ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആക്രിക്കടയിൽ പോകാനുള്ള കുറച്ച് പരിപാടികളിലാണ്. രാവിലെ ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പാത്രവും ഇങ്ങനെ പേപ്പറൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറഞ്ഞിങ്ങനെ തിങ്ങിയിരിക്കുകയാണ്. പെരയ്ക്കകത്ത് സ്ഥലമില്ല, ഒന്നുമില്ല. എങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇതങ്ങ് ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങി ഇതാ കണ്ണിൽ കിട്ടിയ ആക്രിപാത്രങ്ങളൊക്കെ പറക്കി ഇതാ ഒരു ചാക്കിലാക്കി ഇടുന്നുണ്ട്. ഇത് മകൻ്റെ കളിപ്പാട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ അവൾ വീടൊന്ന് പെയിൻറ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഇതാ വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഒരു ഡെസ്കിലാക്കിയിട്ട് ഇതാ നമ്മളിവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇത് പിന്നെ അട്ടയും കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ കറുത്ത അട്ടയുണ്ട്. എനിക്ക് ഈ കറുത്ത അട്ടേനെയൊക്കെ ഭയങ്കര പേടിയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോന്നുങ്ങളെ കാണുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയൊക്കെ ഉണ്ട്. അത് കടിക്കുകയൊന്നുമില്ല, പക്ഷേ മനസ്സിൻ്റെ അകത്തൊരു ഭയമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ലാതെ വേറെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്രൈയിങ് പാന്, സോസ് പാന്, അങ്ങനെ നമ്മൾ ഈ 1000ഉം 2000ഉം ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന പാത്രം വെറും 5ഉം 10ഉം രൂപയ്ക്ക് കിലോ കണക്കിന് ഇതാ നമ്മൾ വിൽക്കാൻ വേണ്ടി പോകുകയാണ്. എത്ര രൂപയുടെ സാധനമാണിതല്ലേ. നമ്മളില്ലാത്ത പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമായിരിക്കും നമ്മൾ ഈ ചെറിയ വിലയ്ക്ക് ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ അവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. അതുകൊണ്ട് നമ്മൾ കാര്യമാക്കേണ്ട. അതാ കണ്ണിൽ കാണുന്ന ഡെപ്പിയൊക്കെ ഞാൻ പറക്കി ഇടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ്ങിന് എടുത്തതാണേ. പിന്നെ ഇത് അടുത്ത തവണ പെയിൻറ് ചെയ്യുമ്പോഴത്തേക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. ഇപ്പം മഴയൊക്കെ നനഞ്ഞ് എല്ലാം പോയി കേട്ടോ. എൻ്റെ കൂടെ സഹായത്തിന് മോളുടെ പൂച്ചയാണ്. മോൾക്കാണ് ഈ പൂച്ചേനെ ഭയങ്കര ഇഷ്ടം. കുഞ്ഞു എന്നാണ് ഇവൾ വിളിക്കണത്. ഇത് ആരോ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയ പൂച്ചയാണ്. എൻ്റെ മോൾ ഇതിനെ കണ്ടങ്ങ് എടുത്തു. ഏത് സമയം ഇപ്പം ഇതിൻ്റെ പുറകെയാണ്. അവളും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഇപ്പം. അവളും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇതൊക്കെ പറക്കിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ കിട്ടിയ കവറുകളാണ്. ഇത്രയും സാധനമാണ് നമ്മൾ ആക്രിയായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ സൈക്കിൾ മകൻ്റെയാണ് കേട്ടോ, അത് ആക്രിയൊന്നും അല്ല കേട്ടോ. അതാനും കൊണ്ട് വിറ്റിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴുത്ത് വെട്ടും. അത് മകൻ്റെ സാധനമാണ്. പിന്നെ പേപ്പറുണ്ട്, പാത്രമുണ്ട്, നമ്മൾ ഫ്രിഡ്ജിൻ്റെ കവറുണ്ട്, ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൻ്റെ അകത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഫ്രിഡ്ജ് കൊടുക്കുന്നത്. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കൊണ്ട് വിൽക്കാം. ഓട്ടോയിലാണ് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ തന്നെയാണ് പോയത്. ഇത്രയും പൈസയും കിട്ടിയിട്ട് എന്തായാലും പൈസ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. ഈ പൈസയ്ക്ക് എനിക്ക് എടുക്കാം കേട്ടോ. ഹസ്ബൻഡ് ഇത് വാങ്ങിക്കത്തില്ല. ഇതെൻ്റെ ആവശ്യത്തിന് എനിക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.